ഫോൺ എടുത്തല്ലോ. ഇന്നും കുമ്പളിക്ക പോണോ? ഇപ്പോൾ പച്ചത്തേങ്ങ ആണെങ്കിലും കണക്കാ. അതേ അതിന് അകത്തുനിന്ന് ഇതൊരു കനപ്പാ. ആ ചക്ക വീണു പറയണ്ട, ആരെങ്കിലും കുറ്റം പറയാനായിരിക്കും. ഭയങ്കര പവറായതുകൊണ്ട് അത് ഇത്രയും ഫുള്ള് തുറന്നു നോക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല പണിയാണ്. എന്നാണ്ട് തുറക്കത്തില്ല, ആരാധന നോക്കിയിരിക്കുകയായിരുന്നു അവരെ. ഇന്ന് കുറച്ച് നേരത്തെ
ഇന്നലെ ചെറിയ വെയിലുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെയിലുണ്ടാവും. വെയിലാവുമ്പം പറയുന്നു മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കുവേ. ശംഭുവിൻ്റെ മുഖത്ത് പിന്നെയും ചെറിയ നീരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോടയോ? നിനക്കെന്തിനാ കോട? ആ വെള്ള ബുഷ. പിന്നെ ഐസ്ക്രീം ഞാൻ അതിന് എവിടെ പോന്നു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി? പിന്നെ നല്ലതാ ഈ പല്ലിങ്ങനെ ഇരിക്കുമ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ലതാ. ആരുകളോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചോ ചേച്ചിക്ക് കൊള്ളാം. ഇവിടെ എല്ലാം ഇതേ വൃത്തികിടക്കി ഉണ്ടോ? കോഴിയെ ഞാൻ അതാ അമ്മ കയറ്റി പിന്നില്ലേ എന്താ പറയാ, അതെല്ലാം അടച്ചു വെച്ചില്ലെങ്കിൽ അതെല്ലാം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കോഴിയെ ആനാ അങ്ങനെ ഇടണം. പൊട്ടിച്ചോളയല്ലേ, പവർ ഗ്ലാസ് ആണ്. എന്തിയാ നിന്റെ കൃഷ്ണൻ എന്തിയാ മാലയുടെ അങ്ങനെ പുറകെ ഇടാൻ വേണ്ടിയാണെങ്കിൽ ഊരി വെച്ചിട്ടോളൂ. അങ്ങനെ വേണ്ട, അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആദ്യം അപ്പ, അത് കഴിഞ്ഞ് നാരായണി, അത് കഴിഞ്ഞ് ശാംഭവി. എനിക്കൊക്കെ അത് ചുമ്മാ ഇടാൻ പോലും തന്നിട്ടില്ല. ഭൗതി ചേച്ചി വരെ ചോദിച്ചാ ഒന്ന് ഇടാൻ താടാ, ഒന്ന് തരാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. മറ്റേ ഇത് മറക്കല്ലേ കൊടുക്കാൻ കടയിലെ. തിരിച്ചു വരുമ്പോൾ പാലെടുക്കണേ. അല്ല കൊടുത്തിട്ട് പോയി എന്നാ കുഴപ്പം? മഴയാണെങ്കിലോ കുട എടുത്തോ? ഫോൺ എടുത്താൽ പൈസ ഉണ്ടോ അതിനകത്ത്? ആർക്കറിയാം. എല്ലാം കൂടെ അങ്ങോട്ട് കയറി വൃത്തികേട് കാണിച്ചു വെച്ചേക്കല്ലേ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ നിനക്കെന്നാ അവരോട് നിൽക്കുന്നതിനാണോ? അവിടെ നിൽക്കട്ടാ, പിന്നെ അവിടെ നിൽക്കും. ഇങ്ങോട്ട് വരാതെ നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പം കല്ല് വെട്ടിക്കീറി എടുക്കുന്നുണ്ടല്ലേ, അത് വെച്ചുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വേറെ ഇതിൻ്റെ പൈപ്പൊക്കെ ഇട്ട് വെക്കണ്ടേ, അതുകൊണ്ട് അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് പൈപ്പിട്ട് വെച്ചത് ഇതാ. ഇവിടെ ഉണ്ട് ആ കല്ലിൻ്റെ പണി. നല്ല രസമുണ്ട് കാണാൻ, പണിത് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. നല്ല പണിയുണ്ട് ഈ കല്ലിങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെ ചുറ്റിനും ഓരോ കുറ്റി ഉണ്ടാക്കി വെക്കും. ഇത് വെച്ചിട്ടാണ് സ്ഥലത്തിൻ്റെ മാപ്പ്, വീടിൻ്റെ പണിയെല്ലാം നടക്കുന്നത്. ഫോട്ടോ ഒന്ന് എടുത്തരാം കേട്ടോ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? രാവിലെ വന്നാണോ? ആ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. ഇവനെ നല്ലപോലെ വൈറലാക്കിയാക്കണേ. എല്ലാം ആ ചെറിയ പരിപാടിയാ. ഈ തലയ്ക്ക് ഒരു ശകലം പറ്റി വെച്ചു കേട്ടോ, ഈ കമ്പി വെച്ചിരിക്കുന്നത്. ശരി, വേറെ മഞ്ഞ് മേളി
കൊളുന്തെടുക്കുന്നില്ലല്ലോ. കൊളുന്തെടുക്കാതെ നിൽക്കുന്ന തേയില. എന്നാ പറിച്ചേക്കാം. പറിച്ച് കരയാണല്ലോ. നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ സൂപ്പറാ. അല്ല, പൊട്ടമുണ്ട്, മൂത്തമുണ്ട്, പഴുത്തമുണ്ട്. ശ്യാമള ഇറങ്ങിപ്പോയോ? ശ്യാമളാമ ഇറങ്ങിപ്പോയി. ഓ, മിറ്റം തൂക്കുമായിരുന്നു. മിറ്റം തൂപ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്യാമളമ്മയുടെ ഡ്യൂട്ടി. എന്നാ ഉച്ചയ്ക്ക് എന്നാത്തിനാണ് മിറ്റം തൂക്കുന്ന പറ? എന്തിനാ തൂക്കുന്നത് ഇപ്പം തൽക്കാലം? എൻ്റെ ആവശ്യമില്ല. അത് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ തൂത്തോളാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അളിയൻസ് കാണാം. ബാ, അവളെ അമ്മയ്ക്ക് വേണ്ടി ആ മറ്റേ ഫുഡ് ചാനൽ എന്തേരം വെച്ചെന്നറിയാവോ? നമ്മിയുടെ ഒന്നുമില്ല. അവൾ കുറേ കഴിഞ്ഞപ്പോൾ ശ്യാമളമ്മ വരുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റി അളിയൻസ് വെച്ച്. വേണ്ടെന്നേ, വാ. പിന്നെ ചക്ക കിടക്കുന്നുണ്ടോ? മഴ. ഓ വേണ്ട, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ. ഫോൺ അമ്മയുടെ ഇവിടെ ഇരിപ്പുണ്ടേ. തേങ്ങയോ? ആ, ഇത് കേക്കാം. ശ്യാമള പറഞ്ഞ എന്നാ തീർന്നെന്ന് പറയും. മഴ മഴ മഴ. വീട്ടിലിരിക്കുമ്പോൾ മഴയൊക്കെ പെയ്യുന്നൊരു സുഖമാണ്. എവിടെയെങ്കിലൊക്കെ പോകാനാവുമ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അധികമായാൽ അത്ര സുഖമല്ല. നമുക്ക് ജോലി കിട്ടൂല, പൈസ ഉണ്ടാവില്ല. കേട്ടല്ലോ, പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല, പൈസ ഉണ്ടാവില്ല. ജോലി കിട്ടിയില്ലേലും ഒന്നും വേണ്ട. അത് എഴുതാനും വായിക്കാനൊന്ന് പഠിച്ചോളാം പ്ലീസ്. ഈ മോത്തന്നെ പേപ്പറൊക്കെ തിന്നാൻ ഇതന്നെ നീ ഓരോ ദിവസത്തിനും കുഞ്ഞായി വരുവാണോ? ആ, ഇങ്ങോട്ട് നോക്ക, ചക്കുളിനെ നോക്കിയേ. ആരാണി പറയുന്നത്? തങ്കത്തിനെ കാണുമ്പോൾ പറയൂ ഇത് ജയമ്മയാണ്. ജയമ്മയുടെ അതേ സ്വഭാവമാണ് തങ്കത്തിന്റെ ക്യാരക്ടർ. ഇതന്നെയാണ് എല്ലാവർക്കും നേരത്തെ 12 മണിക്ക് മുന്നേ എല്ലാവർക്കും വിശപ്പായിരിക്കും. ആഹാരം കഴിക്കും. മഴ ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പ്.
ശ്യാമളമ്മയൊക്കെ 1 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാലും കഴിക്കാൻ പറഞ്ഞാലും കഴിക്കത്തില്ലാത്ത ആൾക്കാരാ. സംഭവം കാര്യങ്ങളൊക്കെ ഓക്കെ. ഞാനേ മഴ പറഞ്ഞു, മഴയ്ക്ക് വീട്ടിലോട്ട് സൂപ്പർ മഞ്ഞ. ചോറിന് ഇറങ്ങിയപ്പോൾ ഇത്ര മഞ്ഞില്ലായിരുന്നു, ഇപ്പം മഞ്ഞായി. മഞ്ഞായി കഴിയുമ്പോൾ ഒരു തോട്ടപ്പുഴ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അല്ല, ഈ മഞ്ഞും മഴയും വരുമ്പോഴേ ഇവിടെ കുട്ടിക്കാനത്ത് ഇപ്പം ചേട്ടനുണ്ടൊപ്പം കിട്ടി. വലിയൊരു തോട്ടപ്പുഴ. വീണ്ടും കാലാവസ്ഥ മാറി, മഴ പെട്ടെന്നല്ല, മാറി മാറി വീഴുക. കുളിച്ച് മുടി ചീകി കഴിഞ്ഞ് വെക്കാം. കുളിച്ച് മുടി ചീകി കഴിഞ്ഞിട്ട് വെക്കാം. അമ്മേ നോക്ക് കേട്ടു ഞാന്. കുളിക്കാം. ശ്യാമമ്മ എണ്ണ കണ്ണട പഠിക്കാൻ കൊച്ചൻ വന്നോ? എണ്ണ വെച്ച് നല്ലോണം കുളിച്ചേ. ഞാൻ കുളിച്ചോ. ബിസ്ക്കറ്റ് ഇപ്പൊ തന്നല്ലേ? ശ്യാമളമ്മയുടെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ശാംഭവി? കണ്ടോ, ഫുൾ ടൈം ഗെയിമാ. ഓ, ഫോട്ടോ എടുക്കുന്നതിന്റെ പോസ് കണ്ടോ? ഫോട്ടോ എടുക്കുന്ന ആളല്ല പോസ് ചെയ്യണ്ടേ. ഇപ്പം എത്ര പടം ഉണ്ടടി വെച്ചേ? കിട്ടുന്നില്ല കിട്ട്. ഫോൺ അടിച്ചേ. ഫോൺ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പൊട്ടിക്കണോ? എന്താ ബിസ്ക്കറ്റ് താന്നേ? ഞാൻ അടുത്തര വലിക്കല്. പല്ലുവേന എടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ പതിയെ കരയാവുള്ളേ. ഒച്ചയ്ക്ക് കേക്ക്, ഒച്ചയ്ക്ക് വരയല്ലോ കേട്ടോ. ആ, പതിയെ ഇരുന്ന് മിണ്ടാതിരുന്ന മൂലയ്ക്ക് പോയിരുന്നു കരഞ്ഞു. ഇല്ല, ഈ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് തീ വെക്കുന്നുള്ളൂ. മര്യാദക്കാണ് ഞാൻ വെച്ചേനെ, പക്ഷെ മര്യാദ കുറവാ നിനക്ക്. മര്യാദയ്ക്കുവോ? മര്യാദക്ക് ഇരിക്കുന്നത് ഞാൻ നോക്കട്ടെ. നീ മര്യാദക്ക് ഇരിക്കുന്നുണ്ടോ ഞാൻ നോക്കണം. നീ പറഞ്ഞാൽ പോരാ, എനിക്ക് മനസ്സിലാവണോ അത്? ഓ, ഇത് മര്യാദക്കാരിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബെഡ് ഇതൊന്നും ഇടല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതെന്തൊരു ജീവിയാണിത്. ആ, ഉറുമ്പ് വീഴും, ഉറപ്പായ കാര്യമാണ്. ഞാൻ നാരായണ ഇവിടെ കിടക്കുന്നത്. നീ ശ്യാമളമ്മ അടുത്ത് കിടക്കും. ശ്യാമളമ്മയുടെ അടുത്ത് അല്ല, നിങ്ങൾ ഈ കട്ടിലേ കിടക്കും, ഇപ്പുറത്തെ കട്ടിലേ. ഞാൻ നാരായണി കിടക്കും. നാരായണി ജാനകിയുടെ വീട്ടില്. ജാനകിയുടെ അമ്മയുടെ കൂടെ.
ശാമ്പയുടെ അമ്മയാണ് ചെറിയമ്മ. അപ്പോൾ ശാംഭവിയുടെ അമ്മ ജയമ്മ ആയതുകൊണ്ട് ശാംഭവി ജയമ്മയോടെ കിടക്കണം, അങ്ങനല്ലേ? പനിയൊക്കെ അല്ലേ, പനിയൊക്കെ മാറട്ടെ. പിന്നെ എന്നിട്ട് എന്നെ ഇടിച്ച് തൊഴിച്ച് അല്ലേ? നിനക്ക് എൻ്റെ കൂടെ കിടക്കണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്നാ ഒരു കുശുമ്പ്. ആ മുട്ട വരുവാണെങ്കിൽ എൻ്റെ കൂടെ കിടക്കുള്ളൂ. ആ അതും കിടക്കും. എൻ്റെ അല്ലേ അപ്പയോ? അതെ എൻ്റെ അല്ല അപ്പ. എൻ്റെ അല്ല അപ്പ ഏതാ? പപ്പയാണോ ഉദ്ദേശിച്ചത് അതോ അപ്പയോ? പപ്പയുടെ കൂടെയോ? നീ എൻ്റെ പപ്പയുടെ കൂടെ ആണോ നടക്കുന്നത്? അല്ല ഒരു കാര്യം, പപ്പ എന്തിയെ? പിന്നെ എങ്ങനെ നടക്കും? അതിനാണ് ഞാൻ അറിയേ. നീ കുറച്ചു മുമ്പ് എന്നോട് എന്നാ പറഞ്ഞേ, അലയൻസ് വെക്ക്, ഞാൻ മര്യാദയോടെ ഇരിക്കാന്ന്. ഇങ്ങനെ അലറുവാണ് ചെയ്യണ്ടേ? നീ പറഞ്ഞോ. നീ മര്യാദകേട് കാണിക്കുന്ന ഞാൻ ഒന്ന് നോക്കട്ടെ. ആ ടീ വെക്കണോ ഇല്ലെന്ന് അപ്പം ഞാനൊന്ന് ആലോചിക്കും കേട്ടോ. ബിസ്ക്കറ്റ്? ഓ എന്തൊരു മര്യാദ. അയ്യോ മര്യാദ ഉള്ളൊരു കൊച്ചിനെ ഈ കോട്ടയം ജില്ല, ഈ കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിൽ, ഈ മുണ്ടക്കയം പഞ്ചായത്തിലില്ല. ഉടുപ്പ് കാത്തിട്ടേ, വൃത്തിയുടെ കാണിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടുപ്പ് കടിക്കുന്നവള് നിനക്ക് നല്ല തല്ലിൻ്റെ കുറവ് കേട്ടോ. നീ സ്കൂളിലോട്ട് പോകും, അപ്പം ഞാൻ പറഞ്ഞു തരാം. കുടുവയർ ജീവി കിടന്നിങ്ങനെ കിടന്നും കൂടി ചിലയ്ക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ടേലും ഇല്ലേലും ഇവിടെ ചായ ഇടാൻ മിടുക്കി നാരായണിക്കുട്ടിയാ. സോപ്പിക്കണം തോന്നുന്നുണ്ടോ അല്ലേ? അമ്മ പാലേ ഇടയ്ക്കൊക്കെ ഒന്ന് മറന്നു പോരുത്. ഇതെന്നാടി അതാരാണി? ആ ചക്കവറുത്ത് എന്തിയായിരുന്നു? സത്യം പറയടി, ചക്കവറുത്ത് കൊണ്ടുവന്ന് പമ്പ് വെച്ചോ? ഇനിയിപ്പോൾ അപ്പ വരണോന്നറിയണമെങ്കിൽ നിങ്ങളല്ല, നിന്റെ അനിയത്തി. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇന്നലെ മിച്ചറ് നീ തിന്നില്ലേ? അപ്പോൾ ഇന്ന് അവള് തിന്നു. അവളാരാ മോള്? നീ തിന്നുന്ന അവള് കണ്ട്. അവൾക്ക് പല്ലുവേദന അങ്ങോട്ട് കൊടുത്തില്ല. എൻ്റെ പൊന്നെ ആദ്യം പണിത സ്ഥലം ഇതാ. ഇവിടെ കിട്ടുന്നേറെ സെറ്റപ്പായി, ആൾക്കാരൊക്കെ താമസമായി. ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഏറ്റവും ആദ്യമല്ല, രണ്ടാമത് പോയേക്കാം. അവർ വരട്ടെ. കയറട്ടെ. വെള്ളമാണല്ലോ, വെള്ളത്തേക്ക് കൊണ്ടുവന്നു.
തൊട്ട് മഞ്ഞല്ലേ. കുട്ടിക്കാലം കാണാൻ വരുന്നവർക്ക് വരാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ മിക്കാറും.
ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല, അറിയാമോ? ആ അതൊന്നും ഇട്, ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇടുമായിരിക്കും. ഓക്കെ. രാവിലെ ആ ആ ആ ആ എല്ലപ്പോഴും വന്നാലേ കുട്ടിക്കാനത്ത് വരാൻ പറ്റിയ കാലാവസ്ഥ ഇപ്പോഴാണ് അല്ലേ? ഈ സമയത്ത് വട്ടോ തിരിച്ചു കൊടുക്കുവാണല്ലോ. അടുത്തേന് പോവാം. പോട്ടെന്നേ, ഒന്ന് സമയമുണ്ടല്ലോ, അടുത്തേന് പോവാം. അല്ല ഇവിടുന്ന് നാളെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റിയല്ല. മീശയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? ഒരു എസ്ഐയുടെ പവർ ഉണ്ടല്ലോ, തൊപ്പിയുണ്ടല്ലോ. അല്ല അമ്മ ആമസോണിൽ നിന്നാണോ? ആ സാധനം ഇതിലെ സാധനം ഓക്കെ. തന്നെ കാണിക്കുന്നേ. ബക്കറ്റ് കയറി ഇരിക്കട്ടെ, ബക്കറ്റ് അങ്ങോട്ട് വെച്ച് ഇല്ലേ? ആരാണേ ആ ബക്കറ്റ് അങ്ങോട്ട് വെച്ചിരുന്നേ? കുറച്ച് കുസൃതി കൂടുന്നുണ്ടേ. പുറത്തൊന്നുമില്ല. ഓക്കെ. നീ പിന്നെ വിളക്കത്തിക്കാൻ നിനക്ക് അടിവേ പണി. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങോട്ടാ. അവളോടി എണ്ണ വിളക്കത്തിക്കാൻ തിരിയെല്ലാം അവിടെ എടുത്ത് വെച്ചോ? വെള്ളം എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. വെള്ളം എടുത്തിട്ട് കമത്തി കളഞ്ഞു. അത്രയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ ചെയ്തതല്ലേ അവള് പഠിക്കുന്നേ. എണ്ണ ഇപ്പൊ എണ്ണയൊന്നും ഒഴിക്കണ്ട, ആ തിരി വേണമെങ്കിൽ എടുത്ത് വെച്ചോ. എണ്ണയൊന്നും എടുത്ത് വെക്കാൻ കണ്ടുകൂടി കാണിക്കുന്നേ. ഇതിന് എന്നെ അടി. അതിന്റെ അടപ്പെടുത്തിട്ട് അടച്ചേക്ക്. അയ്യേ കുണ്ടി എണീറ്റ് പോയിരുന്നേ. പൊക്കെ 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 പോടി. 2 മാസം അവധി കൊടുക്കുന്നതിനോട് ഞാൻ പ്രതിഷേധിക്കുന്നു. 2 മാസം പോയിട്ട് ഞായറാഴ്ച കൂടെ ക്ലാസ് വേണമെന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ശനി ഞായറും. മരിയ സിസ്റ്റർ അല്ല കേട്ടോ ഇപ്പം. ബീന സിസ്റ്ററാ. ബീന അല്ല, ബീന സിസ്റ്റർ അല്ല, ബീന ടീച്ചർ. ആ ഹന്ന പോയി. ഹന്ന സിസ്റ്റർ പോയി. നിന്റെ പുതിയ ടീച്ചറിന്റെ പേരെന്നറിയോ? നീ ഇപ്പൊ സെക്കൻഡറി ആയി. പ്രൈമറിയിൽ നിന്ന് മാറി പ്രമോഷൻ ആയി നിനക്ക് സെക്കൻഡറിയിലോട്ട്.
വേറെ സ്കൂൾ നിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണെന്നറിയോ? എന്താ? ബീന. അമ്മ എന്താ പുതിയ സ്കൂളിലെ പേരെന്താ? പുതിയ സ്കൂളല്ല, ആ സ്കൂള് തന്നെയാ. നിന്റെ സ്കൂളിന്റെ പേരെന്താ? അത് തന്നെ ഇപ്പൊ സ്കൂള്. അമ്മ സംഭവം 60 വയസ്സായപ്പോഴേ. അതാണ് സന്തോഷം ഉണ്ട് പറയട്ടെ. നാളെ ജാനകിയുടെ സ്കൂള് നോക്കും. എനിക്ക് തോന്നി ടൗൺ പത്രക്കാർക്ക് ഒത്തിരി സംഭവം ഉണ്ടല്ലേ. ഞാൻ ആലോചിക്കുകയാണേ, ഈ ഫോണൊന്നും ഇപ്പം അങ്ങനെ അമ്മയ്ക്കില്ല, അമ്മയ്ക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെന്ന് വിചാരിച്ചോ? സത്യം പറയാം, അപ്പം അമ്മ എന്ത് ചെയ്തേനെ? TV ഉണ്ടോ? ആണല്ലേ. അല്ല ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കൊച്ചു പഠിക്കുന്ന അവളെ എന്നെ കണ്ടായി ഫോണ് വേണം. അല്ല അതുകൊണ്ടല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അവള് നിർബന്ധമായിട്ട് ഇച്ചിരി മുളകും. ഈ TV-യും അധികം ഇല്ലാത്തൊരു സമയത്ത് മനോരമയും മംഗളം വായിക്കും. എനിക്ക് ജോലിയുണ്ടായിരുന്നു, വീട്ടിൽ പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. മക്കളെ നോക്കണം, അമ്മയുണ്ട്, കെട്ടിയവനുണ്ട്, എല്ലാവരുടെയും കാര്യം നോക്കണം. ഓക്കെ, മനസ്സിലായി. തുറക്കട്ടെ. എന്റെ ഭഗവാനെ, ഇതിനെ എവിടുന്ന് കിട്ടി? ഇതിനെ എവിടുന്നാ കിട്ടിയേ? അങ്ങനെ പറയുന്നത് നല്ലത്. ഇതിനെ കേറിക്കോ, അങ്ങോട്ട് കയറിക്കോ. വാ, ഇരി ഇരി ഇരി. നമ്മളെ മറന്നുപോയിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുവായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. ഇവിടെ ഇരി. അല്ല, അവിടെ ഇവിടെ ഇരി. കുഴപ്പം ഇതെല്ലാം എടുത്ത് നാളെ രാവിലെ അതിടും. പിന്നെ നമ്മൾ അറിയത്തില്ലാത്തൊന്നും അല്ലല്ലോ. വീട്ടിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എവിടെയാ പറയാത്? അപ്പൊ വേറെ എവിടെയോ പറയായിരുന്നു. ചേച്ചി കൊണ്ട് കൊടുക്കുക, ചേച്ചി തരും. ഓക്കെ. നാരായണി കണ്ടിട്ട് എനിക്ക് വന്നിപ്പം ഇത്ര വർഷമായി. ഒരു 5-10 വർഷം അല്ലേ? അതെയോ? കുറച്ച് മതി. അവരും വേണ്ട, അവരും വേണ്ട. ശരിയായി പോയി. നിനക്കറിയത്തില്ലേ? അതെ, അങ്ങനെ ഞാൻ അറിയില്ല. കല്യാണത്തിന് നമ്മൾ വീഡിയോ കണ്ടില്ലേ? അത് തന്നെ. കണ്ണാ കൊച്ചിന് അപ്പുറമൊന്നും പറയലല്ലേ. നമ്മൾ മുടിഞ്ഞ ഗ്ലാമർ കാണുമല്ലോ. ഇത് 54 പിള്ളേരൊക്കെ പറ്റിച്ചോണ്ടിരുന്നു. അതെ. അവരുടെ വിചാരം പുള്ളി കല്യാണം കഴിച്ചിട്ടുള്ളത്. 3 മക്കളുണ്ട്. നശിപ്പിക്കുക അല്ലേ? അപ്പൊ ബായ്, എല്ലാം കഴിച്ചോ? ചോറുണ്ടാറായില്ലേ? എന്നാ കഴിക്കേ, ഞാൻ ഇറങ്ങുവാ, അല്ലെ താമസിക്കും. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോവാണേ. ഇടയ്ക്ക് എപ്പോഴും കാണാം. ഓക്കെ. ഇതിന് 200 ഒക്കെ ഉള്ളു. ആള് വരുമ്പോൾ കത്തും. നമ്മളിപ്പോൾ വെളിയിലൊക്കെ ബാത്റൂമിൻ്റെ ഒക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ട്. പുറത്ത് എല്ലാ ലൈറ്റും ഇത് ഉപയോഗിക്കാം. ആവശ്യമുണ്ടാ കത്തിയാൽ മതി എന്നുള്ളതേ. താഴെ പോയോ? ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരിക്കും. ഓക്കെ. ആ, ഓക്കെ.